നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരട്ട തീരുവ ചുമത്തിയത് ഈ വ്യാപാര യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാക്കി. ഈ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി നൽകിയ വിശദീകരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ഇരട്ട തീരുവ ചുമത്തുന്നത് എന്നതാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വാർത്തകളിൽ നിറഞ്ഞപ്പോൾ പലരും അതിനെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ തന്ത്രപരമായ നീക്കമായിട്ടാണ് കണ്ടത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു ധനകാര്യ സ്ഥാപനം പുറത്തുവിട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഈ ധാരണകളെല്ലാം തിരുത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ട തീരുവ ചുമത്തിയത് ഒരു നയപരമായ തീരുമാനമായിരുന്നില്ലെന്നും മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിരാശയും വൈരാഗ്യവും കാരണമായിരുന്നുവെന്ന് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. അപ്പോൾ എന്തായിരുന്നു ഈ വ്യക്തിപരമായ വൈരാഗ്യത്തിന് കാരണം? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളെ ഒരു വ്യക്തിയുടെ വികാരങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു? സാധാരണയായി ഒരു വ്യാപാര യുദ്ധം ഉണ്ടാകുന്നത് സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഈ വിഷയത്തിൽ ജെഫറീസ് റിപ്പോർട്ട് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നൽകുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള ഒരു അവസരമായി അദ്ദേഹം കണ്ടിരുന്നു. എന്നാൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ഇന്ത്യ ട്രംപിനെ അറിയിച്ചു. ഇന്ത്യയുടെ ഈ നിലപാട് ട്രംപിന് വലിയ നിരാശയുണ്ടാക്കിയത്രേ. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ നേരിട്ട ഈ തിരിച്ചടി അദ്ദേഹത്തിന്റെ അഹംഭാവത്തിനേറ്റ തിരിച്ചടിയായി. ഈ വ്യക്തിപരമായ നിരാശയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ട തീരുവ ചുമത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തീരുമാനം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വ്യക്തിപരമായ പ്രതികാര നടപടി ആയിരുന്നു എന്ന് വേണം കരുതാൻ. അതിനുള്ള പ്രധാന കാരണം റഷ്യൻ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമായ ചൈനയ്ക്കെതിരെ ട്രംപ് വാ തുറന്നിട്ടില്ല എന്നത് തന്നെയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ചൈനയ്ക്കെതിരെ ട്രംപ് ഭരണകൂടം തിരിയാതിരുന്നത്? ചൈനയാണല്ലോ റഷ്യൻ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യം. അതുകൊണ്ട് തന്നെ പുറത്തു വന്ന ഈ റിപ്പോർട്ട് പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വെറും സാമ്പത്തിക പ്രശ്നങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി കെട്ടിപ്പടുത്ത നയതന്ത്ര ബന്ധങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ട്രംപിന്റെ വ്യക്തിപരമായ നീരസമാണ് ഇരട്ട തീരുവകൾക്ക് കാരണമെന്ന് ജെഫറീസ് റിപ്പോർട്ട് വ്യക്തമാക്കുമ്പോൾ ഈ നടപടി അമേരിക്കയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഇന്ത്യയിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഇത് തിരിച്ചടിയാകും. എന്നാൽ ഇതിനപ്പുറം ഇന്ത്യയെ പോലൊരു തന്ത്രപ്രധാനമായ സഖ്യകക്ഷി അകറ്റാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ചൈനയുമായി അടുക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ ഒരു നിർണായക ഘട്ടമാണെന്ന് പറയണം. ഭാവിയിൽ ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന നയങ്ങളെ ആശ്രയിച്ചിരിക്കും. ലോകത്തിലെ രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു വ്യക്തിയുടെ ഈഗോ കാരണം മോശമായി. ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ അമേരിക്കയെ ഒരു വിശ്വസനീയമല്ലാത്ത നയതന്ത്ര പങ്കാളിയാക്കി മാറ്റുന്നു എന്ന വിമർശനവും ഉയരുന്നു. ഇത് അമേരിക്കയുടെ ദീർഘകാല സഖ്യങ്ങളെയും താല്പര്യങ്ങളെയും ദോഷകരമായി തന്നെ ബാധിക്കുമെന്നതിൽ സംശയമില്ല.